ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് തണുത്തു പോകാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ചക്ക ചിപ്സ് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചക്കയൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം വൃത്തിയാക്കി നീളത്തിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് വറുത്തെടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് വറുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചക്ക ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് നിറച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. എണ്ണയിലൊന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇനി നമ്മളിത് ചക്ക ഇട്ട് കൊടുത്ത ഉടൻ തന്നെ ഇളക്കി കൊടുക്കാൻ പാടില്ല. ഏകദേശം ഒന്ന് ഫ്രൈ ആയി തുടങ്ങുമ്പോൾ മാത്രമേ നമ്മൾ ഇളക്കി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ചക്കയൊക്കെ അങ്ങ് കുഴഞ്ഞു പോകും. ഇനി ഞാൻ ഇതിലേക്ക് കളറിന് വേണ്ടി ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ കളർ കിട്ടാൻ വേണ്ടി ചേർത്തന്നേ ഉള്ളൂ. ചക്ക ഒരു പകുതി ഫ്രൈ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ ഉപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. വളരെ കുറച്ച് 1/4 സ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് നല്ലതുപോലെ ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റാം. ബാക്കി അരിഞ്ഞു വച്ചിരിക്കുന്ന ചക്ക കൂടെ ഇതുപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കല്ലേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.